ഹായ്, നമ്മള് ഇന്റലിജൻസിന്റെ അസസ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ആപ്റ്റിറ്റ്യൂഡ് എന്താ, ആപ്റ്റിറ്റ്യൂഡിന്റെ അസസ്മെന്റ് എന്താ, അതുപോലെ അച്ചീവ്മെന്റ് എന്താ നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് എന്താ? നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എത്രമാത്രമാണ് എന്നുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് നോക്കണം. അതായത് ട്രെയിനിങ്ങും നമുക്കൊരു ഗൈഡൻസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളേക്ക് എത്രമാത്രം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ആ ഒരു ഫീൽഡിൽ വളർച്ചാ സാധ്യത ഉണ്ട് എന്നുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ മാർക്കാണ് മാത്സിൽ കിട്ടണമെന്ന് വിചാരിക്കുക. എങ്ങനെ പോയാലും ഞങ്ങൾക്ക് സാധാരണ കിട്ടല് ഒരു 50-ൽ 10 മാർക്കൊക്കെയാണ് കിട്ടല്. പക്ഷെ ഞങ്ങൾ രണ്ടാളും പഠിക്കലില്ല, രണ്ടു പേരും പഠിക്കില്ല, ആകെ മാത്സിൽ താല്പര്യമില്ല, അങ്ങനെയൊക്കെ നടക്കുകയാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാർക്ക് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ടീച്ചർ വിളിച്ചിരുത്തി പറയുകയാണ് ഇങ്ങനെയൊക്കെ പോയാൽ പോരാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും പ്രത്യേകം എടുത്ത് ട്യൂഷൻ തരികയാണ്, അല്ലെങ്കിൽ പ്രത്യേകം എടുത്ത് എന്താ പറയുക എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ തന്ന് ഞങ്ങളെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ടീച്ചർ വിചാരിക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടീച്ചർ ഒരു ഗൈഡൻസ്, എക്സ്ട്രാ ഗൈഡൻസും കാര്യങ്ങളും തരുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരുന്നുണ്ട്. ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് അടുത്ത എക്സാമിന് വേണമെങ്കിൽ 40 വാങ്ങും 50-ൽ, പക്ഷെ എനിക്ക് അപ്പോഴും 15 അല്ലെങ്കിൽ 20 ഒക്കെ വാങ്ങാൻ പറ്റുള്ളൂ 50-ൽ. അതെന്തുകൊണ്ടാ? എനിക്ക് അപ്പൊ ഈ മാർക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം മറ്റു ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പറയാം എനിക്ക് മാത്സിൽ ആപ്റ്റിറ്റ്യൂഡ് അത്ര ഇല്ല എന്ന് പറയാം. എനിക്ക് എന്റെ ഫ്രണ്ടിന് മാത്സിൽ നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായതുകൊണ്ടാണ് ടീച്ചർ ആ ട്രെയിനിങ് കൊടുത്തപ്പോൾ അവൻ ആ പൊട്ടൻഷ്യലിലേക്ക് വളർന്നത്. അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എത്ര മാത്രമുണ്ട് എന്ന് അളക്കുന്നതാണ് എന്ത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നോക്കാം. പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നോക്കാം. ആദ്യത്തെയാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെർബൽ കോംപ്രിഹെൻഷൻ, ന്യൂമറിക്കൽ ആയിട്ടുള്ള, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള, പെർസെപ്റ്റീവ് സ്പീഡ്, ഇങ്ങനെ പല കാര്യത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഉള്ള നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എങ്ങനെ നടത്തുന്നത് വെച്ചാൽ എക്സാമിനേഷൻ നടത്തുന്ന പോലെ കൃത്യമായ ടൈംഡ് ആയിട്ട് റോങ് ആൻസേഴ്സിന്റെ ആയിരിക്കും, റൈറ്റ് ആൻസേഴ്സിന്റെ ആയിരിക്കും. അങ്ങനെ ആ ഒരു സ്ട്രിക്റ്റ് ഫ്രെയിമിൽ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് യൂഷ്വലി പ്രോഗ്രസീവ്ലി ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയി വരും, ഓരോ ക്വസ്റ്റ്യൻ കഴിയുന്നതോറും ഡിഫിക്കൽട്ട് ആയി വരും. രണ്ടാമത്താണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാറ്റേൺ. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് 12 ടെസ്റ്റുകളുള്ളൂ, 9 ആപ്റ്റിറ്റ്യൂഡ് അളക്കുന്ന ഒരു ടെസ്റ്റ് പാറ്റേൺ. ഈ ടെസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ, വെർബൽ എബിലിറ്റി മുതൽ നമ്മൾ മോട്ടോർ കോർഡിനേഷൻ, അതേപോലെ ഫിംഗർ ഡെക്സിലിറ്റി, ഇതൊക്കെ അളക്കുന്ന ഒരു ടെസ്റ്റാണ്. അധികം ഈ എംപ്ലോയബിലിറ്റി, അതായത് ആളുകളെ ജോലിക്ക് എടുക്കാൻ യോഗ്യരാണോ, അല്ലെങ്കിൽ ജോലിയിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റൂ, അല്ലെങ്കിൽ അവര് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഇവർക്ക് പഠിച്ചെത്താൻ പറ്റുമോ, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്റലിജൻസിന് ജനറൽ ഫാക്ടറും ജോബ് പെർഫോമൻസും തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കാനൊക്കെ ഈ ടെസ്റ്റ് ഉപയോഗിക്കാറില്ല. ഇത് ഒരു പ്രൊഫഷണലിന്റെ സഹായം ആവശ്യമില്ലാത്ത ഒരു ടെസ്റ്റാണ്. ഇത് അങ്ങനെ ഒരു എന്താ പറയുക ക്ലിനിക്കൽ സെറ്റിങ്ങിലോ അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആളുകളോ നടത്തണം എന്ന് നിർബന്ധമില്ലാത്ത ഒരു ടെസ്റ്റാണ്. സെൻസറി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷ്വൽ ആക്വിറ്റി, ഓഡിറ്ററി ആക്വിറ്റി, അതേപോലെ കളർ ഡിസ്ക്രിമിനേഷൻ, ഇതിനൊക്കെ എത്രമാത്രം കഴിവുണ്ടെന്ന് നോക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ് സെൻസറി ടെസ്റ്റുകൾ. അതായത് ഇപ്പൊ ചില ജോലിക്ക് ഇപ്പൊ ഡ്രൈവർ ആണെന്ന് വിചാരിക്കാം, അപ്പോ പച്ച, നീല, ചുവപ്പ്, പച്ച, മഞ്ഞ, ചുവപ്പ് എന്നുള്ള ലൈറ്റ് ഉണ്ടാവും, ട്രാഫിക് സിഗ്നൽ ഉണ്ടാവും. ചില ആളുകൾ ഇപ്പൊ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇവർക്ക് ചില കളറുകൾ കാണാൻ പറ്റില്ല. അപ്പോ ഇദ്ദേഹത്തിന് ഡ്രൈവർ ആവാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സമയത്ത് പ്ലെയിൻ പറത്തുന്ന കാര്യത്തിലൊക്കെ പ്രത്യേകിച്ചും കണ്ണിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത്തരം സാഹചര്യത്തിലൊക്കെ അവർക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അവരുടെ സെൻസറി എബിലിറ്റീസ് ഒക്കെ പക്കയാണോ എന്ന് നോക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ് സെൻസറി ടെസ്റ്റുകൾ. നാലാമത്തെ ടെസ്റ്റാണ് മോട്ടോർ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റുകൾ.
എന്താ മോട്ടോർ ഡെക്സ്റ്ററിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്കം എന്നൊക്കെ പറയാം. അതായത് നമുക്കത് ചെയ്യാനുള്ള ശരീരം നമ്മൾ അനുവദിക്കുമല്ലോ, എത്രമാത്രം അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് മോട്ടോർ ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റുകളിൽ പറയുന്നത്. അതായത് ഫിംഗർ ഡെക്സ്റ്റിലിറ്റി, അതേപോലെ ട്വീസർ ഡെക്സ്റ്റിലിറ്റി എന്ന് പറയും. അതായത് നമുക്ക് എത്രമാത്രം ഇപ്പൊ ഫിംഗർ ഡെക്സ്റ്റിലിറ്റി ആണെങ്കിൽ നമ്മുടെ ഫിംഗറിൽ എത്രമാത്രം വഴക്കമുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല വഴക്കമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫിംഗർ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ കൂടുതലാണ്, അല്ലെങ്കിൽ അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതെ, ട്വിസറിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സോൾഡറിങ് ചെയ്യാൻ, അല്ലെങ്കിൽ സർജറി ചെയ്യുമ്പോൾ ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ, അതൊക്കെ ഭയങ്കര കോഷ്യസ് ആയിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അതിനുള്ള വഴക്കം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് മോട്ടോർ ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റുകൾ, വഴക്കം നോക്കുന്ന ടെസ്റ്റുകൾ. ഇത്രയാണ് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ടാവുക. അടുത്തതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ. അപ്പോൾ അച്ചീവ്മെന്റ് എന്താ? നമ്മുടെ എഫേർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾറെഡി അക്വയർ ചെയ്ത അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്ത സ്കില്ലോ അല്ലെങ്കിൽ നോളജോ ഒക്കെയാണ് അച്ചീവ്മെന്റ് എന്ന് പറയാം. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നോക്കാം, എത്രമാത്രം അത് നേടിയെടുക്കാൻ കഴിയുമെന്ന്. പക്ഷെ അച്ചീവ്മെന്റിൽ നമ്മൾ ഓൾറെഡി എത്രമാത്രം നേടിയെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നോക്കുന്നത്. അങ്ങനെ അച്ചീവ്മെന്റ് അഥവാ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിനൊരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ഇങ്ങനെ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത് വെച്ചാൽ, ഇത് അധികം എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ നടത്തുക. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇതിന് നോക്കിക്കാണാം. ഒരു ക്ലാസ് റൂമിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്താൻ കുട്ടി എത്രമാത്രം അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ എഴുതുന്ന പരീക്ഷകളെല്ലാം അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ കൂട്ടത്തിൽ പെടുത്താം. നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതാം, സെം എക്സാം എഴുതാം. ആ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റിൽ അളക്കുന്നത് നിങ്ങൾ ആ ഒരു സെമ്മില് ആ ഒരു സെമസ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ആ ഒരു മാർക്ക് കൊണ്ട് നമുക്ക് എന്തൊക്കെ അതിന് ഉപയോഗങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തത് ടീച്ചർമാരുടെ ടീച്ചിങ് മെത്തേഡ്, അവർ പഠിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അളക്കാൻ പറ്റും. പിന്നെ ഈ കുട്ടികൾക്ക് ഒന്നാമതെന്താ ടീച്ചിങ് മെത്തേഡിന്റെ എഫിഷ്യൻസി. രണ്ടാമത്തത് കുട്ടികൾക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഗോളുകൾ സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ നോക്കാം. പിന്നെ ചില കുട്ടികൾ നന്നായി സ്കോർ ചെയ്യും, ചില കുട്ടികൾ അത്രമാത്രം സ്കോർ ചെയ്യില്ല. എല്ലാവർക്കും ഒരേ ടീച്ചിങ് ആണ് കിട്ടിയിച്ചാലും എല്ലാവർക്കും സെറ്റ് ചെയ്ത് ഒരേ എഡ്യൂക്കേഷൻ ഗോൾ ആണെങ്കിലും ചില കുട്ടികൾ ബ്രില്യൻ്റ് ആയിരിക്കും, ചില കുട്ടികള് ഡള്ളായിരിക്കും. അപ്പം അവരെ കണ്ടെത്തി ബ്രില്യൻ്റ് ആയ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും, ഡള്ളായ കുട്ടികൾക്ക് അവർക്ക് ആവശ്യം അനുസരിച്ച് അവരുടെ ആവശ്യങ്ങളെ മാനിച്ചുകൊണ്ട് അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റലിജൻസിന്റെ അസസ്മെന്റും മനസ്സിലാക്കി, ആപ്റ്റിറ്റ്യൂഡ് എന്താ അതിന്റെ അസസ്മെന്റും മനസ്സിലാക്കി, അച്ചീവ്മെന്റ് ടെസ്റ്റുകളുടെ യൂസസും മനസ്സിലാക്കിയതോടുകൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ ഇവിടെ തീരാണ് കേട്ടോ.